ഹലോ, അസ്സാം വലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഇറച്ചിപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പത്തിരിയാണ് കേട്ടോ. അത് ഇതിപ്പോൾ പത്തിരി എന്ന് പറയും, പത്തലെന്നും പറയും ഇത്. അപ്പം ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. ഇപ്പം ബീഫ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, വെജിറ്റബിൾ വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാനിത് ഇവിടെ ചിക്കനാണ് എടുത്തേക്കണത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊരു 2-2.5 മണിക്കൂറോളം ഒന്ന് കുതിർക്കാൻ വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതിട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കനാണ് എടുത്തേക്കണത്. ചിക്കനൊന്ന് വേവിച്ച് ഞാൻ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ച് ഞാൻ അതിനകത്ത് ഒരു സവാള കുറച്ച് വേപ്പില ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ടാണ് അതൊന്ന് വേവിച്ചെടുത്തത്. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. ഒന്ന് കറക്കി ചിക്കനൊക്കെ ഒന്ന് ഇതുപോലെ ആക്കിയെടുത്തതാണ്. ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ചിക്കൻ വേവിച്ചതിൽ. അതും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും ഞാൻ ചിക്കന് ആയാലും ബീഫായാലും വേവിക്കുമ്പോൾ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഞാൻ ഇപ്പം ഇത് ഈ അപ്പത്തിന് ഞാൻ സവാളയും കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ടാണ് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിച്ചതിട്ട് കൊടുക്കും. കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വേണ്ടത്. ഞാൻ 2 പച്ചമുളകാണ് ഇതിനകത്ത് ഇട്ടത്. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അധികം മൂത്ത് പോണ്ട, നമുക്ക് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് ഇത് നല്ലോണം വഴന്നിട്ട് ഇനി നമുക്ക് ഇത് തീ ഓഫാക്കാം. ഇതൊന്നിനി ചൂടാറട്ടെ. അതെടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അപ്പത്തിനും നമ്മുടെ കുതിർക്കാൻ വെച്ചേക്കുന്ന അരി അരച്ചെടുക്കാം. നമ്മുടെ അരിയെല്ലാം കുതിർന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ 2 ഭാഗമാക്കിയിട്ടാണ് അരക്കണത്. അപ്പം ഇതൊന്ന് അരക്കാൻ മതി. ഞാൻ ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് എടുക്കുന്നു. പാലാണ്, തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള പാല് ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഞാൻ 2 കപ്പ് പാലാണ് ഇതിനു വേണ്ടി എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് ഇത് അരച്ചെടുത്താൽ മതി. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മതി വലിയ ജീരകം ഉണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. നല്ലതുപോലെ അരയണത്. അരച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പം അതിനകത്തോട്ട് മുട്ടയൊന്നും ചേർക്കണ്ട, ഒരു മുട്ട മതി. അപ്പം ഇത് ജീരകവും ചേർക്കണ്ട. ജീരകവും ഞാനൊരു ടീസ്പൂൺ ചേർത്തതാണ്. അപ്പം ഇതും കൂടെ ആ പാലൊഴിച്ചിട്ട് അരച്ചിട്ട് വരാം. ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസുള്ള ഒരു ബാറ്റർ ആയിരിക്കണത്. അധികം ടൈറ്റ് പാടില്ല. നമുക്ക് കുറച്ച് പാലും കൂടെ ഉണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഇത്ര ലൂസ് വേണം. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
നമുക്ക് ഇതിൽ ഞാൻ ഒഴിച്ചിട്ട് ആവിയേറ്റി എടുക്കണത്. അപ്പം ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഇഡ്ലിച്ചമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ പാത്രം വെച്ചു കൊടുക്കണം. നമ്മൾ ഈ അരച്ച് വെച്ചേക്കണ മാവ് നല്ലതുപോലെ ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിലോട്ട് ഇതിൻ്റെ ഈ പൊടി അരച്ച ഇതെല്ലാം അടിയിലോട്ടായി കിടക്കും. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇത് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കും. ഇനി ഇത് നമുക്ക് ഒന്ന് തുറക്കാം. അടുത്ത മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ്റെ മിശ്രിതം ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് തുറക്കാം. നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം നമ്മൾ ലെയറായിട്ട് ഒഴിച്ച് ഇത് ആവിയേറ്റി എടുക്കാനായിട്ട്. ഒന്നുകൂടെ തുറന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആവി ഏറ്റെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് വെന്താന്ന് നോക്കാം. നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ. വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫാക്കാം. ഇത് താഴത്തോട്ട് എടുത്തു വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഇറച്ചിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് വിട്ട് കിട്ടും. ഞാൻ എണ്ണ തേച്ചായ കൊണ്ടിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് എടുത്തു വെക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.